പത്രസ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോൾ പത്രങ്ങളുടെ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതിനുവേണ്ടി ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, അത് വാർത്ത അറിയാൻ ആകാംക്ഷയോടെ ഇരിക്കുന്ന ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ എത്ര ത്യാഗം ചെയ്തിട്ടാണ് ഒരു വാർത്തയുടെ പൂർണ്ണമായും അതിന്റെ വിശ്വാസ്യത ചോരരുത്. പല സോഴ്സുകളിൽ നിന്ന് നമുക്കൊരു സോഴ്സിൽ നിന്ന് കിട്ടുന്നത് പൂർണ്ണമായും സത്യസന്ധമായ വാർത്തയാകണമെന്നില്ല. അപ്പൊ അതിന്റെ വിശ്വാസ്യതയും ക്രെഡിബിലിറ്റിയും എല്ലാം അന്വേഷിച്ച് കണ്ടെത്തി അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് തികച്ചും ഒരു ത്യാഗപൂർണമായ ജോബ് തന്നെയാണ്. ഒത്തിരി അധികം ജേർണലിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ചാനൽ എങ്കിൽ പോലും ചാനലുകളിലുള്ള ജേർണലിസത്തിനെക്കാട്ടിലും എക്സ്റ്റെൻസീവ് ആണ് പ്രിന്റ് മീഡിയയിലെ ജേർണലിസം അല്ലെ. അച്ചടിച്ച് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു റെക്കോർഡാണ്. അത് ആർക്കും ഒരിക്കൽ പലപ്പോഴും ഇപ്പോൾ ന്യൂസ് ചാനലിലുള്ളതാണെങ്കിൽ അവരത് റെക്കോർഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ചാനൽ തന്നെ പോയി റെക്കോർഡ് ചെയ്യണം. പിന്നെ അവർക്കത് തിരുത്താനുള്ളൊരു അവസരമാണ്. അതേസമയം ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ആ ന്യൂസ് പേപ്പർ വായിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാവണമെന്നില്ല. അപ്പം അയാൾക്ക് അത് ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചാൽ അതൊരു എവിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആ പത്രത്തിൽ വരുന്ന കണ്ടന്റ് വളരെ ക്രെഡിബിൾ ആയിരിക്കണം. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് നമ്മുടെ പ്രിന്റ് മീഡിയ എന്നുള്ളത്, പ്രിന്റ് പ്രസ് എന്നുള്ളത്. നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം അടുത്ത സെഗ്മെന്റ് കണ്ടതിന് ശേഷം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം, ഫെങ്ഷുയിലേക്ക് സ്വാഗതം. ഫെങ്ഷുയെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങളും മറ്റും നിവാരണം നൽകുവാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തേജസ് ഫെങ്ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. ഇന്നൊരു ലെറ്ററാണ് വന്നിട്ടുള്ളത്, ഞാനതൊന്ന് വായിക്കാം. എൻ്റെ പേര് ബിജു, ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ 1 വർഷമായി പോലീസ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഇവിടെ താമസമായതിനു ശേഷം ഒത്തിരി ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. വൈഫിനും കുട്ടിക്കും എപ്പോഴും അസുഖമാണ്. ഇവിടെ സൗകര്യക്കുറവ് കാരണം കിച്ചൺ ഒരു ബെഡ്റൂം ആക്കുകയും പുറകോട്ടൊരു ഷീറ്റ് ഇട്ട് കിച്ചൺ അവിടെ സെറ്റ് ചെയ്യുകയും ചെയ്തു. സാർ, അസുഖങ്ങൾ വരുന്നത് ഈ ക്വാർട്ടേഴ്സിൻ്റെ പ്രശ്നം കൊണ്ടാണോ, അതോ അത് ഇടിച്ചു മാറ്റാതെ അതിനൊരു പരിഹാരം പറഞ്ഞു തരാമോ? ക്വാർട്ടേഴ്സിൻ്റെ ഒരു റഫ് പ്ലാൻ ഇതോടൊപ്പം വയ്ക്കുന്നു. വീട് മാറി ഏകദേശം 1 വർഷമായിട്ട് ഒരു പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആളാണത്. അദ്ദേഹം പോലീസ് ക്വാർട്ടേഴ്സിൽ ചെന്നതിന് ശേഷം കുട്ടിക്കും വൈഫിനൊക്കെ അസുഖമുണ്ട് എന്നാണ് പറയുന്നത്. ശരിക്കും ഈ പ്ലാനിൻ്റെ ഡയറക്ഷൻ നോർത്ത് ഡയറക്ഷനിലാണ് ഈ ക്വാർട്ടേഴ്സിൻ്റെ ഇതിരിക്കുന്നത്. കാരണം നോർത്തിൽ നിന്ന് നോർത്ത് 3യിലാണ് വരുന്നത്. അതിൻ്റെ നെഗറ്റീവ് എനർജിയാണ് അതിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഇവരുടെ ശരിക്കും ബെഡ്റൂമിൽ 2-5 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണുള്ളത്. ഞാൻ പല എപ്പിസോഡുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാന വാതിൽ എന്ന് പറയുമ്പോൾ വീട്ടിനകത്തോട്ട് ഏറ്റവും കൂടുതൽ എനർജി കടന്നു വരുന്ന ഭാഗമാണ് വീടിൻ്റെ പ്രധാന വാതിൽ. ആ പ്രധാന വാതിലിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഗ്രാജ്വലി പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളതും അതാണ്. കാരണം ഈ ക്വാർട്ടേഴ്സിൽ വന്ന ആ വാതിലിൻ്റെ 2 ഡിഗ്രി ആംഗിളിലാണ് നിൽക്കുന്നത്, അതായത് നോർത്ത് 3യിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ പുള്ളിയുടെ ബെഡ്റൂമിൽ 2-5 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് നിൽക്കുന്നത്. ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എത്ര ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ അവിടെ പോയി താമസിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അസുഖങ്ങളാണ് ഏറ്റവും കൂടുതലുണ്ടായി വരാൻ ചാൻസ്. അതേപോലെ തന്നെ പുള്ളിയുടെ ഇതും അതാണ്, കുട്ടിക്കും വൈഫിനും അസുഖം വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല പുള്ളിക്കും ഒത്തിരി പ്രശ്നങ്ങൾ ഇതിൽ പറയുന്നുമുണ്ട്. അപ്പം രണ്ടാമത് വീടിൻ്റെ പുറകോട്ടൊരു ഷെഡ്. പുള്ളി ഇപ്പോൾ കിച്ചണിലാണ് പുള്ളിയുടെ ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കിച്ചണിൽ ബെഡ്റൂം അറേഞ്ച് ചെയ്യുമ്പോൾ ബെഡ്റൂമിൽ നമ്മുടെ വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫെങ്ഷുയി പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ബെഡ്റൂമിൽ ജലസാന്നിധ്യം പോലും വരാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് കിച്ചണിൽ സിങ്കും മറ്റും കാണാറ് പതിവാണ്. അപ്പോൾ ആ ഒരു ബെഡ്റൂം മാറ്റി, അത് കിച്ചനെ മാറ്റി ബെഡ്റൂമാക്കി കഴിയുമ്പോൾ അതിൽ സിങ്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് എടുത്ത് മാറ്റിയാൽ കുറച്ചൊരു നല്ല ഇതായിരിക്കും. ജലസാന്നിധ്യം അവിടെ ഇല്ലാത്ത രീതിയിലൊന്ന് സെറ്റ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് അടുത്ത് വന്നിട്ടുള്ള ഹോളിലാണ്. ഹോളിൽ 4-3 എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. ഓവർ ടെൻഷൻ ഉണ്ടാക്കുവാനുള്ള അല്ലെങ്കിൽ ടെൻഷൻ വരുവാനുള്ള ചാൻസുകളും വളരെ കൂടുതലാണ്. ഈ കിച്ചൺ ഇപ്പം പഴയ കിച്ചണിലാണ് പുള്ളി കിടക്കുന്നതാണെങ്കിൽ അതിനകത്ത് 9-7 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് വരുന്നത്. മാത്രമല്ല ആ ബാക്കിലോട്ടൊരു എക്സ്റ്റൻഷൻ നടത്തിയപ്പോൾ ആ കിച്ചൺ വന്നിട്ടുള്ളത് പോലും നമുക്ക് ഇതിനകത്ത് സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് കിച്ചണും വന്നിട്ടുള്ളത്. വാസ്തുപ്രകാരം സൗത്ത് വെസ്റ്റിലൊന്നും കിച്ചൺ വരാൻ പാടില്ലാത്ത ഒരിതാണ്. എനിവേ നമുക്ക് പുള്ളിക്ക് ഇതിനകത്ത് ഇടിച്ചു നിരത്തമൊന്നും കേടുപാടുകളൊന്നും വരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനകത്തുള്ളൊരു റെമഡി എന്ന് പറയുന്നത്
ഇപ്പം ആ വീട്ടിൽ ആ കിച്ചണിനകത്ത് കിടക്കാൻ പാടില്ല, പകരം ആ ഹോളിൽ നല്ലൊരു കോമ്പിനേഷൻ 9/7 നമുക്ക് ബ്ലൂ കളർ സ്കിന്നൊക്കെ ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, മീൻസ് ബെഡ്ഷീറ്റ്, പില്ലോ കവർ, കർട്ടൻസൊക്കെ നമുക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ ഹോളിനകത്ത്, അതായത് ലിവിങ് റൂമിനകത്ത് ബെഡ് ഇട്ട് അവിടെ കിടക്കാം. മറ്റേ കിച്ചണിനകത്ത് അവർക്ക് കിടക്കാൻ പാടില്ല. അതും ഒരു വല്ലാത്തൊരു നെഗറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് ഉള്ളതാണ്. പിന്നെ 2-5 കോമ്പിനേഷൻ, അതാണ് ആ വീട്ടിലുള്ള എല്ലാവരുടെയും അസുഖം വരുവാനുള്ള ചാൻസ്. അതിൻ്റെയൊക്കെ റെമഡി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു 5 എലിമെൻറ്റ് പഗോഡ, അത് ഒറിജിനൽ 5 എലിമെൻറ്റ് പഗോഡയൊക്കെ കിട്ടുവാൻ വളരെ പ്രയാസമാണ്. വെറുതെ ഒരു പഗോഡ ടവർ വാങ്ങി വെച്ചാൽ മാത്രം പോരാ, അതിന് എനർജൈസിങ് എന്ന് പറയുന്ന സാധനമുണ്ട്. എല്ലാ വീടുകളും, പല വീടുകളിലും ഞാൻ പോകുമ്പം പറയാറുള്ളതെന്ന് വെച്ചാൽ 2-5 കോമ്പിനേഷനുള്ള റൂമിൽ നിന്ന് മാറുകയെന്ന് പറയാറുള്ളൂ. അവിടെ കിടക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ കിടന്നേ പറ്റൂ, വേറെ റൂമൊന്നും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു 5 എലിമെൻറ്റ് പഗോഡ വയ്ക്കാം. അല്ലെങ്കിൽ 6 റോഡിൻ്റെ വിൻചെയിം സ്പ്ലെൻഡി, അതായത് ഒത്തിരി വിൻചെയിം അതിനകത്ത് തൂക്കണമെന്നാണ്. മിനിമം ഒരു 10 എണ്ണത്തിന് പുറത്തെങ്കിലും തൂക്കണം. നമുക്ക് അതിനകത്ത് കിടന്നുറങ്ങണമെങ്കിൽ ചെവി കെട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിൻചെയിംസൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു 5 എലിമെൻറ്റ് പഗോഡ നമ്മൾ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ അതിനകത്ത് പഗോഡ പ്രോഗ്രാം ചെയ്യുന്നതിന് അതിനെ 3-4 സെക്ഷനായിട്ട് നമ്മളതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. 5 എലിമെൻറ്റ് പഗോഡ ഇപ്പം സ്റ്റോക്കില്ല, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയതിന് അതിനകത്ത് ഏറ്റവും താഴത്തെ ഭാഗത്ത് മണ്ണ് ഇടേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലത്ത് ക്രിസ്റ്റൽസ് ഇടേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു കോയിൻ വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും വച്ചതിന് ശേഷം 5 എലിമെൻറ്റ് പഗോഡ ക്ലോസ് ചെയ്തിട്ട് അത് പ്രോഗ്രാം ചെയ്യണം. അത് പ്രോഗ്രാം ചെയ്യുന്നത് സാധാരണ നമ്മൾ മറ്റേ എല്ലാ കാര്യങ്ങളും, അല്ലെ സ്റ്റോണൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അല്ല അത് പ്രോഗ്രാം ചെയ്യേണ്ടത്. അത് നമ്മുടെ ആജ്ഞാചക്രയുടെ, അതായത് പുരികത്തിൻ്റെ സെൻറ്ററിൽ ആ 5 എലിമെൻറ്റ് പഗോഡയുടെ ഷാർപ്പ് എഡ്ജ് വരത്തക്ക രീതിയിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഫുൾ മെഡിറ്റേഷനിൽ ഇരുന്നു കൊണ്ട് മാത്രമേ അത് പ്രോഗ്രാം ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഇപ്പം 5 എലിമെൻറ്റ് പഗോഡ കെട്ടി വന്ന് ഉപ്പുവെള്ളത്തിൽ നിന്ന് കഴുകിയെടുത്തതിന് ശേഷം ഈ മണ്ണും ക്രിസ്റ്റൽസും കോയിൻസൊക്കെ വച്ചുകൊണ്ട് നമ്മളൊരു 2-5 കോമ്പിനേഷനുള്ളൊരു റൂമിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിലൊരു റെമഡി ആവത്തില്ല. നമുക്ക് ആ നെഗറ്റീവ് എഫക്റ്റ് അവിടെ തന്നെ അതേ രീതിയിൽ നിലനിൽക്കും. ഈ 2-5 കോമ്പിനേഷൻ പല എപ്പിസോഡുകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഒരു വീട് 4 ദിശകളും 4 കോണുകളും ഉണ്ട്, ടോട്ടൽ 8 എണ്ണം. ഇതിൽ 4 പോസിറ്റീവ് എനർജി ഉള്ളൂ, 4 നെഗറ്റീവ് എനർജിയാണുള്ളത്. ആ നെഗറ്റീവ് എനർജിയുടെ ഹൈ പവറായിട്ടുള്ളതാണ് 2-5 എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷൻ. കാരണം അങ്ങനെയുള്ള റൂമുകളിൽ നമ്മളിരുന്ന് ഒരു പൂജാമുറി സെറ്റ് ചെയ്താലോ, അല്ലെങ്കിൽ ആ മുറിയിലിരുന്ന് മെഡിറ്റേഷൻ പ്രാർത്ഥന ചെയ്തുവാലോ, അല്ലെങ്കിൽ നിസ്കരിച്ചാലോ, എന്ത് ചെയ്താലും നമുക്കതൊരു പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് കിട്ടത്തില്ല. അങ്ങനെയുള്ള റൂമിൽ നമ്മളൊരു കിച്ചൺ ആണെങ്കിൽ അവിടെ വെച്ച് പാചകം ചെയ്യുന്ന ഫുഡ് പോലും പോയിസണായി മാറുവാനുള്ള ചാൻസ് ഉണ്ട്. മീൻസ് നമുക്ക് കിട്ടേണ്ട അതേ എനർജി ആ ഫുഡിൽ നിന്നും നമുക്ക് കിട്ടത്തില്ല. അത്രത്തോളം നെഗറ്റീവായിട്ടുള്ളതാണ് ഈ 2-5 എന്ന് പറയുന്ന കോമ്പിനേഷൻ. അത് ഇയർലി കറക്ഷനിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അത് സൗത്തിൽ നിന്നാണ്. അത് അടുത്ത ഫെബ്രുവരി 16 വരെ സൗത്ത് ഡയറക്ഷനിലാണ് ഈ 2-5 എന്ന് പറഞ്ഞ ഈ ഒരു കോമ്പിനേഷൻ നിൽക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഒത്തിരി തെക്കോട്ട് ദർശനമുള്ള വീടൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെമഡി ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. കാരണം 6 റോഡിൻ്റെ വിൻചെയിംസ് ഒരു 1-4-5 വിൻചെയിംസൊക്കെ വാങ്ങിച്ച് സൗത്ത് സൈഡിലിടുമ്പോൾ ആ ഒരു കുറച്ചൊക്കെ നമുക്കൊരു ആശ്വാസം കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ബെഡ്റൂമിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്രത്തോളം വിൻചെയിംസൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് നമുക്കൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. അവിടെ 5 എലിമെൻറ്റ് പഗോഡയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള 5 എലിമെൻറ്റ് പഗോഡയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ 2-5 എന്നുള്ള കോമ്പിനേഷൻ നമുക്ക് മാറ്റാൻ പറ്റും. ഇത് ബിജു, അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഇതിലാണെങ്കിൽ അത് കിച്ചണിലാണ് 2-5 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ. ഒന്നുകിൽ ഒരു 5 എലിമെൻറ്റ് പഗോഡ അവിടെ വാങ്ങി വയ്ക്കുക. കഴിയുന്നതും ആ കിച്ചണിൽ നിന്ന്, ഇപ്പം പഴയ കിച്ചൺ നിങ്ങളുടെ ഇപ്പോഴത്തെ ബെഡ്റൂം മാറ്റി ലിവിങ് റൂമിൽ കിടക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ലിവിങ് റൂമിൽ കിടക്കുന്ന സമയത്ത് ഒത്തിരി വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും. വളരെ ഫാസ്റ്റായിരിക്കും. കാരണം ഇതിൽ നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ട്രസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാനുള്ളത്. ഇതിൽ നമ്മൾ ലിവിങ് റൂമിൽ കിടക്കുമ്പോൾ തന്നെ എന്താ പറയുക, എൻ്റെ പ്രോബ്ലംസ് എനിക്ക് മാറും എന്നുള്ള ഫുൾ കോൺഫിഡൻസോട് കൂടിയാണ് നമ്മൾ ലിവിങ് റൂമിൽ കിടക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ഏറെക്കുറെ നമുക്ക് മാറ്റം ഉണ്ടാവും. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രം വെഞ്ഞാറമ്മൂട്
എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രമുണ്ട്. അവിടെ സ്പെഷ്യലായിട്ടുള്ള ഒരു എല്ലാ മതവിഭാഗക്കാരും എല്ലാവരും അവിടെ വരുന്നുണ്ട്. അവർക്കൊക്കെ സ്പെഷ്യലായിട്ടുള്ള പൂജ ഞാൻ കൊടുക്കാറുണ്ട്. അതിന് അഗ്നിഹോത്രം എന്ന് പറയുന്നൊരു ഹോമം എല്ലാ ഞായറാഴ്ചയും, ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളാണ് ക്ഷേത്രം തുറക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും അവിടെ ഒരു ഹോമം ചെയ്യിപ്പിക്കാറുണ്ട്. ആ ഹോമത്തിന് ഞാൻ പ്രത്യേകം പറയുന്ന കാര്യം ഇതാണ്: നമ്മൾ എന്ത് കാര്യം നമുക്ക് വേണമെങ്കിലും നമ്മുടെ ഫുൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എനിക്കത് കിട്ടാൻ പറ്റും എന്നുള്ള ഇത് ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് കിട്ടുള്ളൂ. പല ആൾക്കാരും വിളിക്കാറുണ്ട്, സാർ എനിക്ക് ഒരു ജോലി കിട്ടുമോ ഇല്ലയോ. അത് നമുക്കൊരിക്കലും നമുക്ക് നോക്കാൻ പറ്റില്ല. എനിക്ക് ജോലി കിട്ടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതാണ് നമുക്ക് നോക്കേണ്ടത്. വിശദമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം വെഞ്ഞാറമൂട് കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമായ ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രത്തിൽ ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ഞാനുണ്ടാവും. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരിക. നമസ്കാരം.